പുഴയിലുണ്ടാവും. അമ്മയിൽ നിന്നാണ് പറയുന്നത്. നോക്കട്ടെ, ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. വെയിറ്റ് ചെയ്യൂ, എല്ലാവരും വെയിറ്റ് ചെയ്യൂ. യെസ്, പോലീസിന്റെ ഒരു പ്രതികരണം. ശ്രീമതി ബീന, അതൊന്ന് തുടരുക ടെലിഫോണിൽ. ഇപ്പോൾ പോലീസിന്റെ ഒരു പ്രതികരണം നമ്മൾ കണ്ടതാണ്. പുഴയിലുണ്ടാകാം എന്ന ഒരു വിവരം പറയുന്നു. അത് ഒന്നുകൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതാണ് അവസാനം കേട്ടത്. അദ്ദേഹം ആ രീതിയിൽ ഒരു പ്രതികരണം നടത്തി മുന്നോട്ട് നീങ്ങുകയാണ്. നമുക്ക് വീണ്ടും നോക്കട്ടെ. അത് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മൊഴി ഇവിടം വരെ എത്തിയിട്ടുണ്ട് കുട്ടികൾ. അത് കഴിഞ്ഞ് നോക്കട്ടെ. നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്ലീസ്. യെസ്, പോലീസ് ആ വിവരങ്ങൾ പറയുന്നു. ഇവിടം വരെ കുട്ടി എത്തിയിട്ടുണ്ട് എന്ന കാര്യം പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. മൂഴിക്കുളത്ത് നമ്മൾ നേരത്തെ പറഞ്ഞത് കറക്റ്റാണ്. മൂഴിക്കുളത്ത് അവർ ബസ്സിൽ വരുന്നു. അതിനുശേഷം ഈ ഭാഗത്തേക്ക്, ഈ പാലത്തിന്റെ ഭാഗത്തേക്ക് അവർ നടന്നു വന്നിട്ടുണ്ടാകാം എന്നാണ് അനുമാനം. അത് പോലീസും ഏതാണ്ട് ആ രീതിയിൽ സംശയിക്കുന്നു. പിന്നീട് തിരികെ കുറുമാശ്ശേരിയിലേക്ക് പോയത് ആ സ്ത്രീ മാത്രമാണ്. അപ്പോൾ കുട്ടി ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ഓട്ടോ ഡ്രൈവർ പറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ ഒപ്പം തന്നെ ഇപ്പോൾ എസ് ശ്യാംകുമാർ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം, അവർ ഈ സ്ത്രീ വീണ്ടും അതേ മൊഴി തന്നെയാണ് പറയുന്നത്. കുട്ടിയെ മൂഴിക്കുളത്ത് ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ആ രീതിയിൽ ഒരു മൊഴിയാണ് ഇപ്പോൾ ഉള്ളത്. അത് മുഖവിലേക്ക് എടുത്തിരിക്കുന്നു പോലീസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്.